കൊച്ചിയിൽ കുമ്പളത്ത് ഇന്നലെയുണ്ടായ അപകട മരണം അത് പോലീസിന്റെയും KCBയുടെയും അനാസ്ഥ മൂലമാണ് എന്ന പരാതി മഴക്കെടുതികൾക്കിടയിൽ ശക്തിപ്പെടുകയാണ്. PWD റോഡിൽ മറിഞ്ഞു വീണ പോസ്റ്റ് ഇടിച്ച് അബ്ദുൾ ഗഫൂർ മരിച്ചതിന് ആരാണ് മറുപടി നൽകുക എന്നതാണ് ചോദ്യം. 2 തവണ പോലീസ് സ്ഥലത്തുകൂടി കടന്നു പോയിട്ടും പോലീസ് അപായ സൂചന നൽകിയില്ല. പോസ്റ്റ് മാറ്റാതെ പോലീസ് കടന്നു പോകുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. കൊച്ചി കുമ്പളത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ്. പോലീസ് ജീപ്പാണ് കടന്നു പോകുന്നത്. ഇന്നലെയുണ്ടായ അപകട മരണം അത് പോലീസിന്റെയും KCB ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥ മൂലമാണ് എന്ന പരാതി ശക്തിപ്പെടുന്നു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഷോക്കേറ്റ് ഒരു ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചത് അത് KCBയുടെ അനാസ്ഥ മൂലമാണ് എന്ന പരാതി മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതിനിടയിലാണ് കൊച്ചിയിലെ ഈ അപകടത്തിലും KCB ഉദ്യോഗസ്ഥർക്കും പോലീസിനും വീഴ്ച പറ്റി എന്ന പരാതി ശക്തിപ്പെടുന്നത്. PWD റോഡിൽ മറിഞ്ഞു വീണ പോസ്റ്റ്, ആ പോസ്റ്റിലിടിച്ചാണ് അബ്ദുൾ ഗഫൂർ മരിച്ചത്. അതേസമയം ഇങ്ങനെ പോസ്റ്റ് മറിഞ്ഞ് കിടക്കുന്നത് പോലീസ് കണ്ടിട്ടുണ്ട്. KCB ഉദ്യോഗസ്ഥരെ ഫോണിൽ ബന്ധപ്പെട്ടിട്ട് അവർ ഫോൺ പോലും എടുത്തില്ല എന്നതാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത്. പോലീസ് ജീപ്പ് 2 തവണ കുമ്പളത്ത് കൂടി അപകട പ്രദേശത്ത് കൂടി കടന്നു പോകുന്ന അതുവഴി പോയ വാഹനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാതെ ആ പോസ്റ്റ് എടുത്ത് മാറ്റാൻ ഇടപെടാതെ കടന്നു പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2 ജീപ്പ് പോലീസുകാരുടെ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും KCBനെ അറിയിക്കാനോ അതിന് ഈ സാധനം എടുത്ത് മാറ്റാനോ അപകടം ഒഴിവാക്കാനുള്ള സാധാരണ ഒരു പൗരൻ എന്നുള്ളതല്ല എല്ലാവർക്കും ഉണ്ട്. അതുപോലും ചെയ്തില്ല. അതുമാത്രമല്ല KCB ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. പ്രതികരണത്തിൽ തന്നെ നാട്ടുകാരുടെ പ്രതിഷേധം അത് വ്യക്തമാണ്. എന്താണ് സംഭവിച്ചത് എന്നതും വ്യക്തമാകുന്നുണ്ട്. 2 തവണ അതുവഴി പോലീസ് ജീപ്പ് കടന്നുപോയി. മരടുക്ഷേത്രത്തിലെ ശാന്തിയായ സുരേഷിന് അപകടം സംഭവിച്ച ശേഷമാണ് പോലീസ് ആ ഭാഗത്ത് ഉണ്ടായിരുന്നു എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നു. സ്നേഹമോൾ നൈനാൻ ചെന്നു. സ്നേഹ, പോലീസിന്റെയും KCB ഉദ്യോഗസ്ഥരുടെയും ഭാഗത്ത് എന്ത് തരം വീഴ്ചയാണ് ഉണ്ടായത്? എന്താണ് അവിടെ സംഭവിച്ചത്? രതീഷ്, ഇന്ന് പുലർച്ചെ കുമ്പളം മരാമത്ത് PWD റോഡിൽ 2 അപകടങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന് 3 മണിക്ക് ഇപ്പുറം, അതായത് മരട് ക്ഷേത്രത്തിലെ ശാന്തിയായ സുരേഷ് കുമാറിന്റെ അപകടമായിരുന്നു. ഈ മാസം 10-ാം തീയതി ആയിരുന്നു ഈ പോസ്റ്റ് KCB ഉദ്യോഗസ്ഥർ ഒരു വീടിന് ലൈൻ കൊടുക്കുന്നതിന് വേണ്ടി അവിടെ കൊണ്ട് സ്ഥാപിച്ചിരുന്നത്. പക്ഷേ ഒരു ബലമില്ലാത്ത മണ്ണിൽ, നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാവും, മണൽ കലർന്ന ഒരു മണ്ണിലാണ് ആ പോസ്റ്റ് നാട്ടിയിരുന്നത്. ഈ പോസ്റ്റ് ഇന്ന് പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും പെട്ട് റോഡിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. ഇന്ന് പുലർച്ചെ അമ്പലത്തിലേക്ക് പോകും വഴിയായിരുന്നു ശാന്തിയായ സുരേഷിന് അപകടം സംഭവിക്കുന്നത്. ആ വഴി പോയ 2 ചെറുപ്പക്കാർ ചേർന്നാണ് അദ്ദേഹത്തെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അതിനുശേഷം ഏകദേശം ഒരു 3:30 3:50 ശേഷം 2 തവണ പോലീസ് ജീപ്പ് ഈ സ്ഥലത്തുകൂടെ, അതായത് ഈ മറിഞ്ഞു വീണ ഈ പോസ്റ്റിന് സമീപത്തുകൂടെ കടന്നു പോകുന്ന ദൃശ്യങ്ങളൊക്കെ CCTVയിൽ നിന്നും വ്യക്തമാണ്. പക്ഷേ യാതൊരു തരത്തിലുള്ള അപായ സൂചനകളോ യാതൊരു വിധത്തിലുള്ള മുന്നറിയിപ്പുകളോ അവർ നൽകിയിരുന്നില്ല. നാട്ടുകാർ പറയുന്നതനുസരിച്ച് KCB പോലും പോലീസ് ഉദ്യോഗസ്ഥർ വിവരം അറിയിച്ചിരുന്നില്ല എന്നതാണ്. അതിനുശേഷമാണ് ഈ നോർത്ത് പള്ളിയിലെ ഉസ്താദായ പുലർച്ചെ ഏകദേശം 5 മണിക്ക് ബാങ്ക് കൊടുക്കാൻ വേണ്ടി എത്തിയിരുന്ന ഈ അരൂർ സ്വദേശിയായ അബ്ദുൾ ഗഫൂറിന് അപകടം സംഭവിക്കുന്നത്. തൽക്ഷണം അദ്ദേഹം ആ പോസ്റ്റ് ഇടിച്ച് മരണപ്പെടുകയായിരുന്നു. പോലീസ് ഏതെങ്കിലും തരത്തിലുള്ള അപായ സൂചനകൾ നൽകിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ പോസ്റ്റ് എടുത്ത് മാറ്റാനായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു അപകടം, വലിയൊരു ദുരന്തം ഒഴിവായനെ, ഒരു ജീവൻ രക്ഷിക്കാൻ സാധിച്ചു. പോലീസ് സ്വീകരിച്ചു എന്ന് വേണമല്ലോ കരുതാൻ. ഇപ്പോൾ നാട്ടുകാർ പോലീസിനെ രംഗത്ത് വരുന്നു, KCB ഉദ്യോഗസ്ഥർക്കെതിരെ രംഗത്ത് വരുന്നു. എന്തുകൊണ്ട് ഇടപെട്ടില്ല? എന്തുകൊണ്ടാണ് ഇങ്ങനെ വീഴ്ച സംഭവിച്ചത്? വീഴ്ച പറ്റിയെങ്കിൽ ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയടക്കം വേണ്ട കർശന നിലപാടിലേക്ക് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ പോകുന്നുണ്ടോ? പോലീസിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം വരുന്നുണ്ടോ? രതീഷ്, പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ പ്രതികരണവും ഈ സമയത്ത് വരുന്നില്ല. അവർ പറയുന്നതനുസരിച്ച് KCB വിവരം അറിയിച്ചിരുന്നാണ് പറയുന്നത്. പക്ഷേ അത്തരത്തിലൊരു വിവരം ലഭിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അറിയിച്ചിരുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. മാത്രമല്ല, ഈ KCBയുടെ ഭാഗത്തുനിന്നും വലിയ ഒരു വീഴ്ചയുണ്ടായതായി നാട്ടുകാർ പറയുന്നു. കാരണം ഈ അപകടം ഉണ്ടായതിനു ശേഷം KCBയെ പലതവണ വിളിക്കാൻ ശ്രമിച്ചിരുന്നു. സ്ഥലത്ത് റിപ്പോർട്ട് തയ്യാറാക്കി നൽകാൻ എത്തിയ ഉദ്യോഗസ്ഥർക്ക് നേരെ ഈ നാട്ടുകാരുടെ രോഷമൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ നിന്നും കാണുന്നതാണ്. പക്ഷേ അവർ ഫോൺ എടുക്കാൻ തയ്യാറായില്ല എന്നാണ് പറയുന്നത്. പക്ഷേ KCB ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുള്ള ഒരു വിശദീകരണം എന്നത് പുള്ളി പറയുന്നത്,
പുലർച്ചെ ആയതിനാൽ തന്നെയാണ് ഫോൺ എടുക്കാതിരുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ നേരം പുലർന്നതിന് ശേഷവും നിരന്തരം അവിടുത്തെ ഈ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തെ നിരന്തരം ബന്ധപ്പെടാനുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അവർ ഫോൺ എടുത്തിരുന്നില്ല. ഒരു അപകടം ഉണ്ടാകുമ്പോൾ പ്രാഥമികമായും ഒരു ബോർഡ് സ്ഥാപിച്ചില്ലെങ്കിലും പ്രാഥമികമായി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സമീപത്തുള്ള ഏതെങ്കിലും മരച്ചില്ലകൾ ആ പ്രദേശത്ത് അല്ലെങ്കിൽ ആ റോഡിൽ ഒടിച്ചു വെക്കാനായിട്ടുള്ള ഒരു സാമാന്യ ബോധമെങ്കിലും കാണിക്കാറുണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിൽ യാതൊരുവിധ നടപടിയും പോലീസിന്റെ ഭാഗത്തുണ്ടായില്ല. മാത്രമല്ല ഈ KSEB ഉദ്യോഗസ്ഥർ, അതായത് ഇന്നലെ ഏകദേശം ഈ ശക്തമായ മഴയുണ്ടായപ്പോൾ രാത്രി 2 മണിയോളം ഈ എറണാകുളത്തെ മിക്ക സ്ഥലങ്ങളിലും ഈ വൈദ്യുതി ഇല്ലാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു. അതിനുശേഷം ഈ KSEB ഉദ്യോഗസ്ഥർ ഫോൺ എടുക്കാൻ തയ്യാറായിരുന്നില്ല. അതാണ് വലിയ പ്രതിസന്ധിയാണ്. പലയിടത്തും ഇങ്ങനെ അപകടകരമായ സ്ഥിതി ഉണ്ടാകുമ്പോൾ KSEB അറിയിക്കണമെന്ന നമ്പറൊക്കെ പരസ്യപ്പെടുത്തുമ്പോൾ പക്ഷെ വിളിച്ചാൽ ഫോൺ എടുക്കണ്ടേ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അപകടത്തിൽ ഒരാൾ മരിച്ച സാഹചര്യം, ആ അപകട സാഹചര്യം ഒഴിവാക്കാൻ അതുവഴി കടന്നുപോയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ബാധ്യതയുണ്ടായിരുന്നു. അവർ അത് ചെയ്തില്ല. വലിയ പ്രധാനപ്പെട്ട ഗുരുതരമായ വീഴ്ചയിൽ എന്ത് ഇടപെടൽ ഉണ്ടാകും എന്നതാണ് അവിടുത്തെ പൊതുജനം ചോദിക്കുന്നത്.